നാളെ ഇവിടുത്തെ മെയിൻ ഷെഫായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യുമെന്നുള്ള ഡൗട്ടിലപ്പൊ ഞാനുള്ളത്. ഇവര് വിയറ്റ്നാം ഫേസ്ബുക്കിൽ വീഡിയോസ് ആണെന്നില്ല, ഗ്രാമത്തിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്, മീൻ പിടിക്കുന്നതെല്ലാം അത് ഈ ഏരിയയിലാണ്. ഒക്കെയുണ്ട്. ഇതിന്റെ മുകളിലാണ് ചന്ദനന്തിരി വരുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടങ്ങൾ എന്ത് ഭംഗിയാലേ ഡിസ്പ്ലേ ചെയ്ത് വെച്ചോ. ലോകത്തിൽ ഏറ്റവും വില കുറവുള്ള നല്ല ചന്ദനന്തിരി കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ അമ്പലാട്ടോ. നമ്മൾ ആനന്റെ പിക്ചർ പോലെ കണ്ടോ. ഈ ലാവോസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഭയങ്കര മഴയുള്ള കാലത്ത് മഴയും ബാക്കിയുള്ള സമയത്ത് നല്ല ചൂടുള്ള സ്ഥലം എന്നാണ് പൊതുവെ അറിയപ്പെടുക കേട്ടോ. ഇത്ര കട്ടിയിൽ എന്തിനാ ഒരു ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ കട്ടിലിന് ഇത്ര ആവശ്യമുണ്ടോ? ഇതിന്റെ പേരെന്താ നമി? നല്ല തണുപ്പാട്ടോ. തണുത്ത കാറ്റാണ്, പിടിക്കാൻ കഴിയുന്നില്ല. രാത്രിയിൽ പ്രത്യേകിച്ച് വിയറ്റ്നാമില് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവിടെ പല ആക്സിഡന്റും നടക്കുന്നത് ആ സമയത്ത് മാത്രമാണ്, അല്ലാത്ത സമയത്ത് ഒരു പ്രശ്നവുമില്ല. ഹായ് പ്രിയപ്പെട്ടവരെ, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ വിയറ്റ്നാമില് വീണ്ടും വന്നു കേട്ടോ. വിയറ്റ്നാമിലാണ്. നല്ല പൊരിഞ്ഞ തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. കണ്ടില്ലങ്ങളിട്ട ഡ്രസ്സൊക്കെ കണ്ടങ്ങള് ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെയാണ്. അപ്പൊ നമ്മള് വിയറ്റ്നാമിൽ വന്നു. തണുപ്പായതുകൊണ്ട് ഷെയ്വൊന്നും ചെയ്തില്ല. നമ്മളൊരു യാത്ര പോവാണ്. ഞാനും നമീറും, എന്റെ പാർട്ട്ണറായ നമീറും നമ്മളും കൂടി ഒരു യാത്ര പോവാണ്. എന്താ യാത്ര എന്നറിയോ? നമ്മള് ലാവോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ബോർഡർ യാത്ര, അതായത് വിസ മാറ്റാൻ വേണ്ടിയിട്ട് വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് മാറ്റാൻ പോകുന്ന ഒരു യാത്ര. ആ യാത്ര നമ്മൾ സ്പെഷ്യൽ ഒരു യാത്രയാണ് പോകുന്നത്. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അതിന്റെ പ്രത്യേകതകളും കഥകളൊക്കെ പറയട്ടോ. അപ്പൊ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരെ നമ്മളെ യാത്ര എന്താ? ലാവോസ്. എന്തിനുള്ള? വിസ മാറാൻ. കള്ള വിസ മാറാൻ വേണ്ടിട്ട് ഇന്നെ പൊക്കിക്കൊണ്ടുപോകാൻ. നല്ല തണുപ്പിട്ട് കേട്ടോ. സ്വീപ്പൊക്കെ കഴിഞ്ഞിട്ടിട്ട് പോകുന്ന സ്കൂട്ടർ ഉണ്ടെങ്കിൽ പുതിയ സ്കൂട്ടർ ഇറക്കിയാൻ തോന്നുന്നു നമീർ. ഇത് നമ്മളെ സ്കൂട്ടർ കേട്ടോ. നമ്മൾ റെന്റിന് കൊടുക്കുന്ന സ്കൂട്ടറാണ്. ആ സ്കൂട്ടറിലാണ്. അപ്പൊ ഇവിടെ പെട്രോളിന് പ്രത്യേകത എന്താ? 60 രൂപ. നാട്ടിലത്തെ 60 രൂപയാണ് നമുക്ക് ഒരു ലിറ്റർ പെട്രോളിന്. ഏകദേശം ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഇതിന് മൈലേജും ഉണ്ടാവും. അപ്പൊ നമ്മളൊരു 5 ലിറ്റർ 5 ലിറ്റർ പെട്രോളിലാണ് ഏകദേശം നമ്മൾ പോകുന്നത് 300 കിലോമീറ്റർ ബോർഡറിലേക്ക്. അതും കുറച്ച് സാഹസിക യാത്ര കേട്ടോ. അപ്പൊ ലേശം പെട്രോളൊക്കെ നമ്മൾ കരുതിയതാണ്. ഫുള്ളടിച്ചോ നമീറെ? അതിൽ ഇത്തിരി ചെക്കിന്റെ ഇറങ്ങി വൈകിയ കൊടുക്കോ? ഫുള്ളടിച്ച്. നിങ്ങൾ ഈ പെട്രോൾ പമ്പിൽ ഒരു നാരങ്ങ കണ്ടങ്ങള്. ഇതിവിടെ വിയറ്റ്നാമിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇവലെ ഒറിജിനൽ വലിയ നാരങ്ങ കണ്ടങ്ങള്. വലിയ നാരങ്ങ ഉണ്ടോ? അടിപൊളിയല്ലേ? നോക്കിയെങ്കിൽ അതും ചട്ടീന്റെ അകത്ത് കേട്ടോ. ചട്ടീന്റെ അകത്തുള്ളതിലാണ് ഈ നാരങ്ങകള്. നമ്മള് ഇവിടുന്ന് നമ്മള് വിസ ചേഞ്ചിങ്ങിന് എത്ര ചാർജ് വാങ്ങുന്നത്? ലിമോസിൽ പോകാനാ? ആ, ലിമോസിൽ പോകാൻ 3.5 മില്യൺ മൊത്തം പോയി വരാൻ. പോയി തിരിച്ചു വരാനാ? ലാവോസ് വിസയില്ല. ലാവോസ് വിസയില്ലാണ്ട് 3.5 മില്യൺ. അതെ, 3.5 മില്യണ് യാത്രക്ക് മാത്രം അല്ലേ? 3.5 മില്യനുള്ളതില് നമ്മള് ഒരു 5 ലിറ്റർ പെട്രോൾ എന്ന് പറഞ്ഞാല് ഒരു ലിറ്റർ പെട്രോളിന് എത്രയായിരുന്നു? 1.8. അപ്പൊ 100 റുപ്യക്ക് നമ്മൾ പോയി വരും. മറ്റേത് 350, 250 ബാക്കി 3500. ഇത് 100 രൂപ. അത്ര വ്യത്യാസം. അത് രണ്ടാള് അല്ലേ? ആ കണക്കൊന്ന് ഭയങ്കര വ്യത്യാസമുള്ള കണക്കാട്ടോ അല്ലേ നമീറെ? അതായത് ഒരു ലിറ്ററിന് ഇവിടെ 5 ലിറ്റർ പെട്രോൾ അങ്ങോട്ട് വേണം, 5 ലിറ്റർ ഇങ്ങോട്ടേക്കും. ടോട്ടൽ നമ്മൾ 10 ലിറ്ററിലാ പോയി. 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയും 1.80. ഇപ്പൊ 165 10 ലിറ്റർ. ആ 1.80 വരിക. 1.80 എന്ന് പറഞ്ഞിട്ട് നാട്ടിലത്തെ 300-600 റുപ്യ അല്ലേ? അത്ര വരുള്ളൂ. അപ്പം ഈ യാത്രന്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളിട്ടോ. പലർക്കും ആവശ്യമായിട്ട് വരും. അതായത് നിങ്ങൾ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്യണം. വിസ നിങ്ങൾക്ക് വെറും 4 മണിക്കൂർ കൊണ്ട് 5 മണിക്കൂർ കൊണ്ട് കിട്ടും. പക്ഷേ ഈ മാറൽ എല്ലാവർക്കും എത്ര സംഖ്യ വരും? നമ്മൾ ഏറ്റവും ചാൻസ് ഉള്ളത് തന്നെ പോയി വരാനുള്ളത് തായ്ലൻഡാണ്, ബാങ്കോക്ക്. 5 മില്യൺ എന്ന് ഉദ്ദേശിക്കുന്നത് നാട്ടിലത്തെ എന്റെ അഭിപ്രായത്തിൽ എന്താണ് ടിക്കറ്റ് നോക്കിയപ്പോ 15,000 റുപ്യ. അതും പ്ലസ് വിസ ഇല്ലല്ലോ അല്ലേ? ഒരു ദിവസം നിൽക്കാനുള്ള ചെലവ് അങ്ങനെ എല്ലാം കൂടി ഉണ്ടാവും. എന്തായാലും നാട്ടിലത്തെ ഒരു 20,000 റുപ്യ ഒക്കെ ചെലവാകുന്ന സ്ഥാനത്താണ്
നമ്മള് ഇതില് പോകുന്ന കേട്ടോ. ഇപ്പൊ ഇനി 250 കിലോമീറ്റർ നമ്മൾ വഴിയിൽ പെട്രോൾ പമ്പ് കയറിയാണ് ബാംഗ്ലൂർ യാത്ര. ഒരു ബാംഗ്ലൂർ യാത്ര. ഞാനും നമീറും വിയറ്റ്നാമിൽ നിന്നും ഒരു ബാംഗ്ലൂർ യാത്ര. അതാണ്. അപ്പൊ നമ്മള് വണ്ടിയിലേക്ക് കയറുക കേട്ടോ. ഇനി കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത്, രസകരമായ കാഴ്ചകളിലേക്ക്. വിയറ്റ്നാമിന്റെ ഗ്രാമം, ബോർഡർ, അങ്ങനെ വേണ്ട ഒരു അഡ്വഞ്ചർ ട്രിപ്പ്. അപ്പൊ എല്ലാരും കണ്ടുകൊണ്ടിരിക്കട്ടോ, പ്രത്യേകതകൾ ഉണ്ടാവും. നല്ല തണുപ്പാട്ടോ, തണുത്ത കാറ്റാണ്, പിടിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ കണ്ടോ, അതെ, അത് കാറിനുള്ള ട്രാക്ക്, ഇത് ബൈക്കിനുള്ള ട്രാക്ക്. പാവപ്പെട്ടവരാണെങ്കിലും ലേശം കൂടി നിലവാരമുള്ള പാവപ്പെട്ടവരാട്ടോ. കുറച്ചും കൂടി നിലവാരമുണ്ട് ഇവർക്ക്. അങ്ങനെയൊക്കെ അറിയാലോ, ചൈന പോലെ വികസിക്കാൻ പോകാട്ടോ വിയറ്റ്നാം. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോന്നോളി. എല്ലാവർക്കും അടിപൊളിയാണ് ഇവിടെ. ജീവിത ചെലവ് കുറവാണ്, ഭയങ്കര രസമാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വിയറ്റ്നാമിലെ ഹനോയ് സിറ്റി ഭയങ്കര തിരക്കാട്ടോ, എപ്പോഴും തിരക്കാറ്. കാരണം ബൈക്കുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റോഡിൽ നിന്നും ബൈക്കുകൾ വരുന്നുണ്ടോ? ഈ ഹെൽമെറ്റിലെ തല കാണുന്നത് മൊത്തം ബൈക്കാട്ടോ. ഈ വിയറ്റ്നാമിന്റെ അത്ര വികസനമോ കാര്യങ്ങളോ ഒന്നും എവിടെ ഇല്ല, ലാവോസിലില്ല കേട്ടോ. ലാവോസ് പണ്ടത്തെ ഒരു 10 കൊല്ലം മുന്നത്തെ വിയറ്റ്നാം പോലെയാണ്. പക്ഷെ വിയറ്റ്നാം ഇനിയൊരു 10-15 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ ചൈന പോലെ വളരും കേട്ടോ. ഇന്നത്തെ ചൈന പോലെ ആയി മാറും. അതാണ് വിയറ്റ്നാമിന്റെ പ്ലാൻ. നമ്മളെ നാട്ടില് ഇലക്ട്രിസിറ്റി സൈഡിലൂടെ അല്ലേ ഉണ്ടാവാറ്. ഇവിടെ കണ്ടങ്ങൾ സെൻട്രലാട്ടോ. പോസ്റ്റ് കണ്ടില്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടില്ലേ, ലൈന് പോകുന്ന മെയിൻ ലൈന് പോകുന്നതൊക്കെ സെൻട്രലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിന്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് സെൻട്രലിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവിടെ ലൈൻ പോകുന്നുണ്ടോ. നമ്മളെ നാട്ടിൽ ഞാൻ എവിടെയും കണ്ടില്ല. അല്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മള് വിയറ്റ്നാമില് ഗ്രാമങ്ങളിലേക്ക് എത്തിയിട്ടോ. കണ്ടോ, വയലുകളും തോടുകളൊക്കെ കണ്ടെങ്കിൽ വലിയ ഹൈവേ കേട്ടോ. ഇവര് വിയറ്റ്നാം ഫേസ്ബുക്കിൽ വീഡിയോസ് ആണെന്നില്ല, ഗ്രാമത്തിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന, മീൻ പിടിക്കുന്നതെല്ലാം. അത് ഈ ഏരിയയിലാണ്. വിയറ്റ്നാമിന്റെ ഫേമസ് ടൂറിസ്റ്റ് ഗ്രാമത്തിലെ സ്ഥലാട്ടോ. അപ്പൊ നമ്മൾ ഈ വലിയ ഹൈവേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 250 കിലോമീറ്റർ ഇനി പോവാണ്ട്. ലോങ് ഗ്രാമ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ ആലപ്പുഴ ഹൈവേയിലൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ സ്ഥലം ഉണ്ടാവും, കുട്ടനാട് ഭാഗമൊക്കെ ഹൈവേ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മളെ യാത്ര ഇതാ പോയിക്കൊണ്ടിരിക്കാട്ടോ. നമ്മള് ഏകദേശം ഒരു 50-60 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി 250 കിലോമീറ്ററോളം ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ ഹൈവേ കൂടി പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ, എന്ത് ഭംഗിയാന്നറിയോ. ഇവിടെ നമ്മൾ അറിയേണ്ട ചൈന പോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കാട്ടോ. പ്രത്യേകത എന്താണ്, ഏതൊരു സ്ഥലവും വേസ്റ്റ് ആയിട്ടില്ല. ഒന്നെങ്കിൽ കൃഷി ഉണ്ടാവും, അല്ലെ ഇതേപോലെ താറാവുകളെ കൃഷി കണ്ടോ, അരയന്നങ്ങളെ താറാവുകളെ കൃഷികളുണ്ട്, ലോങ് കൃഷികൾ. അതല്ലാത്ത വാഴ കൃഷി അപ്പുറം കണ്ടങ്ങള്. അങ്ങനെ വേണ്ട ഒരു സ്ഥലം പോലും വേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മൾ നല്ല നല്ല കാഴ്ചകളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ ചെലവ് കുറവില്. ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു പഴയ സിറ്റി ഉണ്ട് കേട്ടോ. കണ്ടങ്ങള്, പഴയ സിറ്റി. ഇവിടെ ചന്ദനത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഈ സിറ്റിന്റെ പ്രത്യേകത, ഇവിടുത്തെ ചന്ദനത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര ഫേമസുമാണ്, വില കുറവുമാണ്. അപ്പൊ ചന്ദനത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മുള പീസാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മുളകിലാണ് ചന്ദനത്തിരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതൊരു സെക്ഷനായി തെരഞ്ഞിട്ട് ചന്ദനത്തിരിക്കാക്കും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റിൽ നമ്മൾ കാണുന്നത്, ഇത് കളറ് ചെയ്ത് ചന്ദനത്തിരിക്കുള്ള സെറ്റപ്പ് ആക്കി. ഇതാ ചന്ദനത്തിരിന്റെ കോലാണ് കേട്ടോ, കോല് കണ്ടെങ്കിൽ നൈസായിട്ട് ആക്കിയുണ്ട്. ഇതിന്റെ മുകളിലാണ് ചന്ദനത്തിരി വരുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടെങ്കിൽ എന്ത് ഭംഗിയാലേ ഡിസ്പ്ലേ ചെയ്ത് വെച്ചോ. അപ്പൊ ഇതൊരു ഇവിടുത്തെ എന്തോ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഇവര് പല കളറിൽ ചെയ്തു വെച്ചതാണ് സംഭവം. ഇവിടെ അതിന്റെ ഫാക്ടറിയാണ്. ലോകത്തിൽ ഏറ്റവും വില കുറവുള്ള നല്ല ചന്ദനത്തിരി കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ, വിയറ്റ്നാമിലാണ്. ചൈനയിലും അല്ല, ഇന്ത്യയിലും അല്ല. കണ്ടെങ്കിൽ എന്തൊക്കെ വെറൈറ്റിയിലാണ് ആക്കി വെച്ചിരുന്നുണ്ടോ. വീണ്ടും അത് വേറെയും ഡിസൈൻ ചെയ്യാട്ടോ, അവര് വരച്ചിട്ട് ഡിസൈൻ ചെയ്യാം. കണ്ടോ, ഒരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പൊ ഇത് ചന്ദനത്തിരിന്റെ ഫാക്ടറിയിലുള്ള ഭാഗങ്ങളാണ്. ഇവിടെ അതിന്റെ എക്സിബിഷനാണ് നടക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ മൊത്തം ഇവരെ ജീവിതമാർഗം മെയിൻ ചന്ദനത്തിരി കേട്ടോ. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ് ആണ്, അതിന്റെ സ്ഥലങ്ങളാട്ടോ. നമുക്കൊന്ന് കണ്ടോക്കാം ഏത് ടൈപ്പ്, ഏത് ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത്. ഹലോ, കണ്ടോ.
ചന്ദനത്തിരിന്റെ പാക്കറ്റുകൾ, ഈ ബ്രാൻഡുകളൊക്കെ ചന്ദനത്തിരിന്റെ പാക്കറ്റുകൾ. അതിന്റെ എക്സിബിഷനാണ് കേട്ടോ നടക്കുന്നത്. യെസ്, കണ്ടോ, അതിന്റെ ഫെസ്റ്റിവലാണ്. ഇവിടെ ചൈനീസ് ന്യൂ ഇയർ പോലെ ഇവിടെ ന്യൂ ഇയർ ഒക്കെ വരുന്ന സ്ഥലം കേട്ടോ. ഇവിടുത്തെ അമ്പലം കണ്ടങ്ങള്, ഇത് ഇവിടുത്തെ അമ്പലാട്ടോ. നമ്മൾ ആനന്റെ പിക്ചർ പോലെ കണ്ടോ. അപ്പൊ ഇവിടുത്തെ അമ്പലത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ വേറെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലെ പോലെയല്ല, വളരെ കുറവ് ആൾക്കാരെ ഇത് ഇവിടെ വരികയൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഭയങ്കര വിശ്വാസാട്ടോ. ഇപ്പോഴും ഇവർക്ക് നല്ല വിശ്വാസമാണ്. ഒരു ബിൽഡിങ്ങിന്റെ സെന്ററിൽ മരം നിൽക്കുന്നുണ്ടെങ്കിൽ ആ മരം കട്ട് ചെയ്യാതെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അത് ചെയ്തു വെച്ചാട്ടോ. ആ മരത്തിന്റെ കൊമ്പൻ ചില്ലിയൊക്കെ കണ്ട എന്ത് ഭംഗിയാലേ. അപ്പൊ ഇവിടെ നമ്മള് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഫാക്ടറി ഉണ്ട് കേട്ടോ. ഗ്രാമങ്ങളിലേക്കുള്ള കാഴ്ചകളാണ്. ഇതാണ് വിയറ്റ്നാമിന്റെ ഗ്രാമ റോഡുകൾ. കണ്ടെങ്കിൽ വാഹനങ്ങൾ വരുന്നത് ഇവിടെ ഈ ഹോട്ടൽ നമ്മൾ കയറിയ. ഇവിടെ ഇളനിക്ക് ഇളനി കണ്ടില്ലേ, ഇളനി 30 രൂപ കേട്ടോ. നാട്ടിലത്തെ 30 രൂപ വരുന്നുണ്ട് ഒരു ഇളനിക്ക്. നല്ല അടിപൊളിയായിട്ട് വെട്ടി ഉഷാറായിട്ട് കഴിച്ചു. ചെറിയ പൈസകളേ ഉള്ളൂ. ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ 75 റുപ്യ, 85-90 രൂപ വരും നാട്ടിലത്തെ. അങ്ങനെ നമ്മൾ ഒരു 150-160 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടോ. ഇനി ഒരു പകുതി കൂടി ഉണ്ട്, 140 കിലോമീറ്റർ. വെള്ളമൊക്കെ ബാക്കിയാണ്. നമ്മളെ ഹൈവേ കൂടി പോകുന്ന സമയത്ത് ഏകദേശം കേരളം പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. കാഴ്ച കാണാം. കണ്ടില്ല നിങ്ങള്, ഇതേപോലെ തെങ്ങ്, മാങ്ങ, എന്തിന് കരുവേപ്പില വരെയുണ്ട്. കരുവേപ്പില വരെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഷോപ്പുകള്, കാര്യങ്ങള്. എമീർ ജഗ്ഗപ്പൊക്കെ ആക്കുന്നുണ്ട്. ഇവിടെ എമിഗ്രേഷൻ 2 മണിന്റെ മുന്നേ കടക്കണം കേട്ടോ. നമ്മൾ എമിഗ്രേഷൻ 2 മണിന്റെ മുന്നേ കടക്കണം. 5 മണിക്ക് ക്ലോസ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചിലപ്പം ബൈക്ക് യാത്ര നിർത്തിയിട്ട് കാറിൽ പോകാൻ സാധ്യത ഉണ്ട്, ഏറ്റവും ഫാസ്റ്റ് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മള് ബൈക്കിൽ പോകുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാറിനും വലിയ റെന്റ് ഒന്നല്ല. ഏകദേശം എത്താറായിട്ടുണ്ട്. പക്ഷേ കാറ് കിട്ടുമെന്ന് നോക്കുകയാണ്. അവിടെ സമയം നമ്മൾ ലേറ്റായി പോയി. നമ്മൾ വിചാരിച്ച് വൈകുന്നേരം വരെ ഉണ്ടാവുന്നു. പക്ഷേ 5 മണി വരെ ഉള്ളൂല്ലോ. അപ്പൊ ചിലപ്പോ ഇവിടുന്ന് കാറ് വിളിച്ച് പോവാന്നാ വിചാരിക്കുന്നത്. ഇവരെ കാറിൽ നമ്മൾ പോവാണ്. ഇതോന്റെ വീടാട്ടോ, ഈ ഹോട്ടലേറ്ററിന്റെ വീടാണ്. ഇവിടെ കണ്ടില്ല നിങ്ങൾ, കുക്കുംബറിന്റെ കൃഷി നടക്കുന്ന സ്ഥലമാട്ടോ. കുക്കുംബർ ഇത് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവരിങ്ങനെ വിൽക്കും. ശരിക്കും നല്ല വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെ സ്വന്തം കൃഷികളും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ല. നമ്മളവിടെ നിന്നൊക്കെ കൃഷിയിടങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന മാതിരി സാധനങ്ങൾ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന കേട്ടോ. ഹലോ, ഇവിടെ എല്ലാ സ്ഥലത്തും കൊടി ഉണ്ടാവും കേട്ടോ. ചൈനയിലെ പോലെ തന്നെ, ചൈനക്കാടി കൂടുതൽ. ഇവരെ ചിഹ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവര് സ്റ്റാറാണ് ഇവരെ നാഷണൽ ഫ്ലാഗ്. നമ്മൾ അരിവാളിന്റെ മാത്രമുള്ളത് ആണെങ്കിൽ ഇവരെ പാർട്ടി, അതാണ് പാർട്ടിൻ്റെത്. നാഷണൽ ഫ്ലാഗ് സ്റ്റാറും കണ്ടില്ല, രണ്ടും കൂടി വെച്ച് ഒരു പാർട്ടി തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. കൊച്ചുമിനിലേക്ക് പോകുന്ന ഹൈവേ ആണ്. നമ്മൾ കാറിന്റെ അടുത്തു, കാറിൽ തന്നെ യാത്ര ചെയ്യണം. എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ട്. എംബസി 5 മണി വരെ ഉള്ളൂ അല്ലേ. പോയി തിരിച്ചു വരുമ്പോ 5 മണി ആയി പോവും. അപ്പൊ വേഗം പോയി വേഗം പോരണം അല്ലേ. അതൊരു എക്സ്പീരിയൻസ് ആണ്. ആർക്കെങ്കിലും ഇതേപോലെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ചെറിയ പൈസക്ക് പോയി വരാൻ പറ്റും. ഓഫർ റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മള് വിയറ്റ്നാമില് ലാവോസിലേക്കുള്ള ബോർഡറിൽ എത്തിയതാ കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടാണ്. നമിയർ അവിടെ പോയതാണ്. പിന്നെ ഇതാണ് ബോർഡർ. അവിടുന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല സെക്യൂരിറ്റി. ഇവിടെയാണ് ഈ കാണുന്നതാണ് ബോർഡർ. നല്ല സൗകര്യങ്ങളാണ് ഇവിടെയൊക്കെ. പുഴ, നദികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബാക്കി ഇതാ. അപ്പൊ അവിടുന്ന് വീഡിയോ എടുക്കരുതെന്നൊക്കെ കേട്ടോ പറയുന്നത്. അവിടുന്ന് നമ്മള് അങ്ങോട്ടേക്ക് ബോർഡറിലേക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. നമ്മളെ ബാക്ക് സൈഡ് കാണുന്ന അതാ ബിൽഡിംഗ് ആണ് നമ്മളെ ഇത് എന്താ പറയാ, നമ്മളെ എമിഗ്രേഷൻ. കാറ് മുന്നോട്ടേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് എടുത്ത് വരികയാണ്. അങ്ങനെ നമ്മള് അടിപൊളി യാത്ര ചെയ്തിരുന്നു കേട്ടോ. കാറിൽ വന്ന് വളരെ നന്നായി ഇവിടേക്ക് എത്താറ്. ഇവിടെ എത്തിയപ്പോ നിങ്ങൾ കണ്ടോ, നിങ്ങള് ഇവിടെ തീരെ തണുപ്പില്ല, മഴയില്ല, ഒന്നുമില്ല. അടിപൊളി ചൂടാ. ഈ ലാവോസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഭയങ്കര
മഴയുള്ള കാലത്ത് മഴയും ബാക്കിയുള്ള സമയത്ത് നല്ല ചൂടുള്ള സ്ഥലം എന്നാണ് പൊതുവെ അറിയപ്പെടുക കേട്ടോ. അപ്പൊ നമ്മളെ ബോർഡറിലെ സ്ഥലങ്ങളാണിത്. ബാഞ്ചിബായ് ബോഡിബിൻ പോങ് തിങ് താങ് നോ. ഇതേപോലെ ഇവിടുത്തെ വരെ ഒരു ഓഫീസാണ് കേട്ടോ. പക്ഷെ ഇവിടെ വലിയ റഷൊന്നുമില്ല. ഇമിഗ്രേഷന് ഒരു റഷും ഇല്ല കേട്ടോ. ഫുള്ള് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ വിയറ്റ്നാമിൽ ലാവോസിന്റെ ബോർഡറിൽ വന്നിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മരത്തിന്റെ ഒരു ബിൽഡിങ്ങിനെ കണ്ടു, ഫുൾ ബിൽഡിങ്. അങ്ങനെ നമ്മളെ വണ്ടികൾ ഇങ്ങനെ വണ്ടി ഇങ്ങോട്ടേക്ക് എടുപ്പിക്കുമല്ലോ, അവിടെ നിർത്തരുതെന്നും പറഞ്ഞിട്ട്. ഇവിടെ മരത്തിന്റെ ഒരു പണി നടക്കുക കേട്ടോ. ഇവിടെ അറിയാലോ, വിയറ്റ്നാമിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മരത്തിന്റെ കട്ടിയത്. ഒറ്റ പീസിലുള്ള മരം കേട്ടോ. മരത്തിന്റെ കട്ടി ഉണ്ടെങ്കിൽ അതേമാതിരി അടിയിൽ അതിനെക്കാട് വലിയ അടിപൊളി ഒരു പീസാണ്. കിടക്ക മൊത്തം ഒരു കട്ടിൽ മൊത്തമുള്ള നിർത്തം. ഇവിടെ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടാക്കുന്നു കേട്ടോ. ഇവരതിന് ഇതൊക്കെ എത്ര കട്ടിയിൽ എന്തിനാ ഇവര് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ കട്ടിലിന് ഇത്ര ആവശ്യമുണ്ടോ ശരിക്കും? ഇങ്ങനെയാണ് ഇവിടുത്തെ കട്ടില്. ലാവോസിലേക്ക് പോകുന്ന ട്രെയിലേഴ്സ് ആട്ടോ. വിയറ്റ്നാമിൽ നിന്ന് പല സാധനങ്ങളും ലാവോസിലേക്ക് ബൈ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലൂടെയാണ് സാധനങ്ങൾ മൊത്തം വിയറ്റ്നാം ടു ലാവോസ് എൻട്രി. വാട്ട് ഈസ് യുവർ നെയിം? ടു നാം Tuan. Where you going? This fish where? Fish. This going where? Here? This one. No understand? Going fish. Ý là câu ấy, câu cá. Câu cá. Where? Here? Huh? Yes. Where? Bye. What? What do you want to say? You study in school? School là trường. Yeah. Dân tộc bán chú. Okay. No Dân tộc school? bán chú. No school? Trung học cơ sở Nam Mèo. Ý là họ không đi học cả ấy. Where is your home? Về rồi. Your home? Sleeping? Home here? This is your home? ഞാനിവിടെ ബോർഡറിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ ചൂണ്ട ഇടാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ചൂണ്ട ഇടാൻ പോവാണ്. ഞാൻ ഓരോ കൂടെ ചൂണ്ട ഇടാൻ പോവാണ്. എങ്ങനെയുണ്ട്? ബൈ. ഓല് ബോർഡറിന്റെ അപ്പുറമാണ് കേട്ടോ ഫിഷ് ചെയ്യാൻ പോകുന്നത്. ബൈ. താങ്ക് യു. ബോർഡറിന്റെ അപ്പുറത്തേക്ക് പോവാ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വിയറ്റ്നാമിലെ കുട്ടികൾ നല്ല കുട്ടികളാട്ടോ. എല്ലാരോടും ഭയങ്കര സൗഹൃദമായിട്ടാണ് പെരുമാറുക. ഭയങ്കര ബന്ധമാണ് കേട്ടോ കുട്ടികൾ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമാണ് നമ്മളെ വിദേശികളെ. പിന്നെ അതേപോലെ എന്ത് കാര്യം ചോദിച്ചാലും നല്ല സ്വഭാവങ്ങളാണ്. അങ്ങനെ ആയിരിക്കണം. അടുത്തൊരു തലമുറ വരുന്നത് എന്തായിരിക്കും നമീർ ഭായ്? അങ്ങനെ നമ്മള് തിരിച്ചു വരികയാണ്. വിസ അടിച്ചില്ല. നിങ്ങളെ വിസ ഒന്ന് കാണിക്കി. അപ്പുറം കടന്നു. നേരെ അപ്പൊ തന്നെ വിസ പാസ്സായി. തിരിച്ചാള് പോകുന്നുട്ടോ. 1 മണിക്കൂർ നേരത്തെ പരിപാടി, അത്രയേ ഉള്ളൂ. വേറെ കൂടുതൽ പണികളൊന്നുമില്ല. നമ്മൾ തിരിച്ചു പോരുകയാണ്. നമ്മളെ നാട്ടില് നമ്മളിപ്പം ചുരമൊക്കെ കയറുന്നത് പോലെ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോ കയറുന്ന പോലെയുള്ള സ്ഥലത്ത് കൂടിയാട്ടപ്പം നമ്മൾ വരുന്നത്. മലകളാണ് മൊത്തം. ഇത് പ്രത്യേകിച്ച് നമുക്ക് കാണാണ്ടാവില്ല നമ്മളെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ ഒന്നുകൂടി നല്ല വലിയ മലയാണ് മലകളൊക്കെ. നിന്റെ പേരെന്തായിരുന്നു? ഹായ്. നമ്മളെ ഡ്രൈവർ നമ്മളെ വണ്ടി കൊണ്ടുപോകുന്ന ആളാണ്. നമീറിന്റെ സ്വന്തം ഫ്രണ്ടാണ്. അപ്പൊ നമ്മൾ ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുരം ഇറങ്ങിയിട്ട് പിന്നെ പോണം. ടോട്ടല് 4.5 മണിക്കൂർ നമുക്ക് ഇവിടുന്ന് തിരിച്ചു. അപ്പൊ പകുതി വരെ നമ്മൾ സ്കൂട്ടറിൽ വന്നു, പകുതി നമ്മൾ ഈ വണ്ടി വിളിച്ചു വന്നു കേട്ടോ. സത്യത്തിൽ ഈ വണ്ടി വിളിച്ചു വന്നുകൊണ്ടാണ് നമുക്കിത് തീർന്നു പോകാൻ കഴിയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ പെട്ടുപോയിരുന്നു. ഇവിടെ 2000 അടി മേലുള്ള സംഭവം ഉയരല്ലേ? പക്ഷെ ഫീൽ ചെയ്യുന്നില്ലല്ലോ. അത്ര ഫീൽ ചെയ്തില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റേ താമരശ്ശേരിയിൽ 2000 അടി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇറക്കണ്ടോ? പിന്നെ ചുരണ്ടോ? ഇല്ലല്ലോ. അതാ ലെവലിലല്ലേ. അതാണ് ലാവോസ് ഉയർന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഒരു ഡാമുകൾ കൂടുതലുള്ളത് അവിടെ. ഇവിടെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചൈനീസ് ന്യൂ ഇയർ പോലെ തന്നെ ഇവരെ ന്യൂ ഇയർ വരിക കേട്ടോ ഫെബ്രുവരിയിലേക്ക്. അപ്പം ഇവരിങ്ങനത്തെ ഡെക്കറേഷനൊക്കെ റോഡിലായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കണ്ടങ്ങൾ ചൈനനെക്കാട്ടി അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. ഫുള്ള് ഡെക്കറേഷൻ ആണ് വരുന്നത്.
അങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടി തുടങ്ങിയോടത്ത് എത്തിയില്ലേ നമീറെ? വണ്ടി അടുത്ത സ്ഥലത്തെത്തി. ഇനി നമ്മളെ സ്കൂട്ടർ ഇതാട്ടോ. നമ്മളെ സ്കൂട്ടർ എവിടെ വെച്ച് നമീറെ? നമ്മളെ സ്കൂട്ടർ എവിടെ ഉള്ളത്? അതെ നമ്മളെ സ്കൂട്ടർ അവിടെ ഉണ്ട്. നമ്മള് സ്കൂട്ടർ ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പം ഭക്ഷണം വെക്കാൻ പോവാ. 10-15 മിനിറ്റ് കൊണ്ട് അടിപൊളി ഭക്ഷണം വെക്കുന്നത് കാണിച്ചിട്ട് നിങ്ങൾക്ക് 10-15 മിനിറ്റ് കേട്ടോ സമയം. അതുകൊണ്ട് നമ്മൾ നല്ല ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ഒരു ഇത് കാണിച്ചത് നമ്മളെ നെമീറിന്റെ ഐറ്റംസാണ്. അപ്പൊ നമ്മൾ ഇവിടെ അവനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് കിച്ചൺ സൗകര്യം തരുമോന്ന്. അങ്ങനെ നമ്മൾ കോയിനെ വാങ്ങി ചിക്കൻ കറിയാക്കി ഒക്കെ വെക്കാനുള്ള ഒരു പരിപാടിയാണ്. സ്വന്തം ഫുഡ് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇനി പോകാന്നുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതുകൂടി കാണാം എങ്ങനെയുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ പരിചയപ്പെട്ട ആളാണ്. അവരെ കൂടെ വാറിൽ പോയി വന്ന് പോലെ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും. ഇങ്ങനെയാണ് നമ്മളെ ഇവിടെ വിയറ്റ്നാമീസിന്റെ പ്രത്യേകത. നല്ല നല്ല സ്വഭാവക്കാരാട്ടോ. അങ്ങനെ നെമി നമുക്ക് പല സ്ഥലത്തു നിന്നും പെർമിഷൻ കിട്ടിയില്ല അല്ലേ നമ്മളെ ഐറ്റംസിന്. അപ്പൊ നെമി കാണിക്കാൻ പോവാട്ടോ എങ്ങനെ ഉണ്ടാക്കിയ എന്തൊക്കെയാന്നുള്ളത്. ഇവിടെ താറാവൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. താറാവുണ്ട് ഇവിടെ, കോഴിക്കോട്ടുണ്ട്. നമുക്ക് ചിക്കൻ കിട്ടിയില്ല. താറാവായതുകൊണ്ട് വെക്കാൻ വലിയ ഇൻട്രസ്റ്റ് കിട്ടിയില്ല. നെമി ചിക്കൻ ഇല്ലല്ലോ? ചിക്കൻ ഇല്ല. ചിക്കൻ താറാവുണ്ട്. താറാവ് വേണ്ട അല്ലേ? ഓക്കെ. ഫ്രഷ് നമുക്ക് കട്ടിങ്ങിന് കിട്ടാത്തോണ്ടാട്ടോ എടുക്കായിരുന്നു. അപ്പൊ നമീർ ഇനി ഓരോ അസിസ്റ്റന്റ്, നമീർ ലീഡർ, അതായത് ഷെഫ്. നമ്മള് തുടങ്ങാൻ പോവാണ് നമ്മളെ കുക്കിംഗ് സ്റ്റൈൽ. അങ്ങനെ വിയറ്റ്നാമിലെ ഒരു ഗ്രാമത്തിലാട്ടോ, ഒരു സിറ്റിയില് നമീർ ഐറ്റംസ് തുടങ്ങി. അതാ ഒരു മെയിൻ കുക്കൊക്കെ ഇവന്റെ ഷെഫായിട്ടോ, ഇവന്റെ അസിസ്റ്റന്റ് ആയിരിക്കാണ്. ഹലോ, you can speak. You want speak something? ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ബൈക്കിൽ എന്തുകൊണ്ടാ പോവാത്തതെന്ന് അറിയോ? ഇപ്പൊ രാത്രിയില് അടിച്ച് കസർത്തി വലിയ ട്രെയിലർ ഇങ്ങനെ പായ കിടന്നിട്ട് ഈ റോഡിലൂടെ. അപ്പൊ ഒരു പരിധി കൂടുതൽ നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതിനെക്കൊണ്ട് നമ്മൾ പോയില്ല കേട്ടോ. നമീറിന്റെ തൊട്ടടുത്തുണ്ട്. ഹെൽപ്പർ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ അടുത്ത് നിങ്ങളെ പറഞ്ഞില്ല, ഭയങ്കര ശബ്ദമായിട്ട് ട്രെയിലർ പോകുന്നു കേട്ടോ. നമീർ അങ്ങനെ നമ്മൾ പറഞ്ഞ സംഗതി നടക്കുകയാണ്. ഇതിൽ സംഭവിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ചെയ്യാൻ ശരിക്കും വിചാരിച്ചത് ചിക്കൻ വാങ്ങുക, അറക്കുക, എന്നിട്ട് നമ്മൾ തന്നെ ഫ്രഷ് ആക്കി നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് എയിം ചെയ്തത്. പക്ഷെ സത്യത്തില് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ലേറ്റായി, ചിക്കൻ കിട്ടിയില്ല. നമുക്ക് അറക്കുന്ന ചിക്കന്, അതായത് ഒരു റെഡിയാക്കി വെച്ച ചിക്കനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചില്ല, ചിക്കനെ ഉപയോഗിച്ചില്ല. ഇപ്പൊ നമ്മൾ കോഴിമുട്ടയിലേക്ക് വന്നതാണ് പകരട്ടോ. ഇതിന്റെ പേരെന്താ നമി? കോംഡ. അതെ, കോംഡ എന്നുള്ള പേരിലാണ് ഇത്. കണ്ടകള് അണ്ടയിലിട്ട് ഓരോ ചട്ടിയിൽ ഓരോ റൈസ് എടുത്തിട്ടു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ നമീർ കുക്കിംഗ്. ഇത് ഏകദേശം നമ്മള് എഗ് എന്താ പറയാ, ഫ്രൈഡ് റൈസാ. അതെ. അങ്ങനെ അവസാനം ചിക്കനും അടിച്ചുപൊളി ചെയ്യണമെന്ന് വിചാരിച്ച നമ്മൾ ഈ പല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. പ്രത്യേകിച്ച് ചിക്കന് നമുക്ക് അറക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു കേട്ടോ. അപ്പൊ നമീറിന് സ്വന്തം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമീറിന്റെ പ്രത്യേകത. നമ്മള് വിയറ്റ്നാമിൽ എവിടെ പോകുമ്പോൾ താമസിക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ കിച്ചണിൽ കയറി അവൻ തന്നെ ഉണ്ടാക്കുകയാണോ ചെയ്യുക അധികവും. ഇനി നമ്മളെ കിച്ചണിലെ ഒരു കുക്കിംഗ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓള് ചിരിക്കുന്നതാ. നാളെ ഇവിടുത്തെ മെയിൻ ഷെഫായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യുമോ എന്നുള്ള ഡൗട്ടിലാണ് അപ്പൊ ഞാനുള്ളത്. ചെയ്യോ നമി? ടുമോറോ ഓൾ യു നീഡ് ഹിം ഹിയർ. ഓക്കെ, ദിസ് ഓക്കെ. ഒരു പറയുന്ന എന്താ പറഞ്ഞെങ്കിൽ ഇവിടെ നിന്നോ, ഇനി അങ്ങോട്ടേക്ക് പോണ്ട, നമ്മളെ കൂട്ടത്തിൽ നിന്നോ, ഇറ്റാലി ഉണ്ടാക്കി വിറ്റോ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് രണ്ടാക്കി ഉണ്ടാകുമോ?
ഇതിന്റെ മുതലാഴ്ചക്ക് ഭയങ്കര ചിരി വരുന്നു. സംഭവം ഇവനെ അപ്പോയിന്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് ഓൺലൈനിൽ. ഇവനെ അപ്പോയിന്റ് ചെയ്യാന്നുള്ള രീതിയിലാട്ടോ ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇവിടെ ഇത് ഹൈവേ കേട്ടോ, ഇത് ശരിക്കും ഹൈവേ ആണ്. അവിടെ പോലീസിനൊക്കെ കണ്ടങ്ങള്, ഇവിടെ പോലീസൊക്കെ ഉണ്ട് കേട്ടോ. പോലീസ് ഭയങ്കര ചെക്കിംഗ് ആണ്. സംഭവം ബൈക്ക് പോയ പോക്ക് കണ്ടങ്ങള്. ഇവിടെ ട്രെയിലർ ഇതേമാതിരിയാണ്. ഈ ട്രെയിലർ പാഞ്ഞു വരുന്ന നമ്മൾ അറിയില്ല. ഇതിനെക്കാട്ടി വലിയ വണ്ടിയൊക്കെ പായും കേട്ടോ. അപ്പൊ നമ്മൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എവിടെയാന്ന് പറഞ്ഞില്ല, ഇവര് ബാക്കിൽ വരുന്നതോ സൈഡിൽ കൂടി കയറുന്നതൊന്നും നമ്മൾ അറിയില്ല. ഇവിടെ രാത്രിയിൽ പ്രത്യേകിച്ച് വിയറ്റ്നാമില് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവിടെ പല ആക്സിഡന്റും നടക്കുന്നത് ആ സമയത്ത് മാത്രമാണ്, അല്ലാത്ത സമയത്ത് ഒരു പ്രശ്നവുമില്ല. നമ്മൾ നമീറിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന്റെ വെറൈറ്റി? ഇവരുണ്ടാക്കുന്നതും നമ്മൾ ഉണ്ടാക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം നമീർ? എന്താ മാറ്റം? മാറ്റം എന്ന് പറഞ്ഞാല് നമ്മ കുറച്ചുകൂടി സ്പൈസി ആക്കും, കുറച്ച് ഉപ്പ് അധികം. അതെ, അത് തന്നെ. ഇപ്പൊ നിങ്ങളെ കൂടെ ഇവിടെ പാക്കേജിന് വരുന്ന ആൾക്കാർക്ക് ഇതേമാതിരി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ ഫ്രീ ഉണ്ടാവുമോ? സമയം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. സമയം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. വെറൈറ്റി നിങ്ങൾക്ക്, അതായത് മറ്റുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുന്നതിന്റെ വ്യത്യാസം കാണിച്ചു കൊടുക്കും അല്ലേ? അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞു. നമീർ ഇതാ പൈസ കൊടുക്കുന്നു. യു നീഡ് ഹിം ഹിയർ? ഓക്കെ, കുക്കിംഗ് ഓക്കെ, ദിസ് ഓക്കെ. അപ്പം ഇവനെ ഇവിടെ നിർത്തണം എന്നാണ് ഓള് പറയുന്നത്. പക്ഷെ ഞാൻ നിർത്തി കൊടുക്കൂലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നതും നാളത്തെ ഹനോയ് ട്രിപ്പ് കിട്ടും. അപ്പൊ ഇന്നത്തെ കാലത്തുള്ള വിയറ്റ്നാമിലെ ലോക്കൽ യാത്രകളാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും രസകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വഴികളാണ് നമ്മൾ പറയുന്നത്. വിയറ്റ്നാമിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതൊക്കെയാണ് നമ്മൾ ഈ യാത്രയിലൂടെ കാണിക്കുന്നത്. നമ്മളെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിലർ പോകുന്നുണ്ടല്ലേ നിങ്ങൾ? അതായത് ചൈനയിലെ പോലെ തന്നെ ട്രെയിലേഴ്സ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എല്ലാ ഹൈവേയിലും ഫുള്ള് ട്രെയിലേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി യാത്ര ഒഴിവാക്കിയത്. അപ്പം ഇതേപോലത്തെ ലോക്കൽ യാത്രകൾ, ഓരോ വിസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡോക്യുമെന്റേഷൻ ഇഷ്യൂസുകൾ, കാര്യങ്ങൾ ആരെങ്കിലും വിയറ്റ്നാമിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പം നമ്മൾ അടുത്തത് രാവിലെ നമ്മൾ വീണ്ടും പുറപ്പെട്ടിട്ട് ഹനോയിലേക്കുള്ള ഒരു യാത്രയാണ്. അതിലുണ്ടാകുന്ന രസങ്ങളും രസക്കേടുകളും ജീവിത അനുഭവങ്ങളും വിയറ്റ്നാമിന്റെ പ്രത്യേകതകളും വിയറ്റ്നാമിന്റെ ലോക്കൽ പ്രത്യേകതകളും നമ്മൾ വീണ്ടും കാണിക്കുന്നതാണ്. അതുവരെ ബായ്.